ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വെറുതെ പറഞ്ഞതാ, വെൽക്കം ബാക്ക് ഒന്നുമില്ല. ഇതെൻ്റെ പുതിയ ചാനലാണ്. പുതിയ ചാനൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൈസായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഫോണിൻ്റെ ബാറ്ററി, അതായത് ഓവർ ഹീറ്റിങ്ങിന് കാരണമായിട്ടുള്ള 5 കാര്യങ്ങളാണ്. സോ ഈ 5 കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ ഓവർ ഹീറ്റിങ് ഇല്ലാതാക്കാം. സോ വേറൊന്നും നോക്കണ്ട, നൈസായിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മളെല്ലാവരും ഫോണിന് കേസ് ഉപയോഗിക്കുന്നവരാണ്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സ്ക്രാച്ചിനും പല രീതിയിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശരിക്കും നമ്മുടെ ഈ കേസ് നമ്മുടെ ഫോണിൻ്റെ ഓവർ ഹീറ്റിനായിട്ട് കാരണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഓവർ ഹീറ്റിംഗ് എന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഫോണ് പ്രത്യേകിച്ച് മെറ്റാലിക് ബാക്കുള്ള ഫോണാണെങ്കിൽ പ്രൊസസ്സറിൽ നിന്നാണ് ഫോണിൻ്റെ ഹീറ്റ് വരുന്നത്. അപ്പോൾ ഈ ഹീറ്റ് വരുമ്പോൾ ഫോൺ ഫുള്ള് ഹീറ്റ് ഉണ്ടാകും, ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. അത് നമ്മളെ ഡിസ്പ്ലേ വരെ എത്തും. അപ്പോൾ നമ്മൾ ഫോൺ നല്ല രീതിയിൽ ചൂടാക്കും. അപ്പോൾ നമ്മൾ കേസും കൂടി ഉപയോഗിച്ചാൽ ഈ ചൂട് അവിടെ തന്നെ നിലനിൽക്കും. അങ്ങനെയാണ് അത് ഓവർ ഹീറ്റിങ്ങിനായിട്ട് കാരണം വരുന്നത്. ഇത് ഞാൻ പ്രൂവ് ചെയ്തതല്ല, ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കേസ് ഇല്ലാതെ ഫോൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഫോണിൽ എന്തായാലും ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. ഈ ഉപയോഗത്തിൽ നമ്മൾ പല ആപ്സ് ഓണാക്കിയാൽ അത് പിന്നെ ക്ലോസ് ചെയ്യാറില്ല. അത് നമ്മൾ റീസെൻ്റ് ആപ്സായിട്ട് കിടക്കും. അത് എത്രത്തോളം അതിൻ്റെ അളവുണ്ടാവും അത്രത്തോളം ബാറ്ററി കൺസപ്ഷനും ഹീറ്റും ഉണ്ടാകും. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, ആ ആപ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ആയിട്ടുള്ള ആപ്സുകളെല്ലാം പോകും. അങ്ങനെ തന്നെ നമുക്ക് പല രീതിയിലും ക്ലിയർ ചെയ്യാൻ പറ്റും ഹീറ്റ് കൺസപ്ഷനും ബാറ്ററി കൺസപ്ഷനും. നമ്മൾ പലരും സോഷ്യൽ മീഡിയയിലും മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് സമയം ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്. ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ മൊബൈൽ ഡാറ്റ കൺസപ്ഷൻ ഒരുപാട് സമയം നമ്മൾ ഫോണിൽ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഫോൺ സാവധാനം ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. സമയം കൂടുന്നതിനനുസരിച്ച് ഹീറ്റിൻ്റെ ആ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, നമ്മളുടെ ഫോണിൽ നമ്മൾ മൊബൈൽ ഡാറ്റ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായി മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ മൊബൈൽ ഡാറ്റ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വേറെ ഒന്ന് ബാറ്ററി കൺസപ്ഷനും ഹീറ്റിങ്ങിനും കോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ടൈപ്പിൽ 3G 2G അല്ലെങ്കിൽ 3G or 2G എന്നൊരു ഓപ്ഷൻ സെറ്റ് ചെയ്യുക. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നൊന്നുമല്ല, അപ്പോൾ നമ്മുടെ കോളിങ്ങിന് 3G or 2G മോഡ് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താലും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അനാവശ്യമായിട്ട് മൊബൈൽ ഡാറ്റ ഓഫാക്കുക. സ്റ്റോറേജും ഇതിലൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് സ്റ്റോറേജ് പ്രശ്നമാകാൻ കാരണമെന്ന്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഫോണിന് അനാവശ്യമായിട്ട് ചില സ്റ്റോറേജുകളുണ്ടാവും. ക്യാഷെ എന്ന് പറയും അതിനെ. അപ്പോൾ ഇത് നമ്മളുടെ ഫോണിൽ ഒരുപാട് ആകുമ്പോൾ നമ്മുടെ ഫോൺ റാം കൺസ്യൂമിങ് കൂടുകയും അതേപോലെ തന്നെ നമ്മുടെ പ്രൊസസ്സറിന് ഒന്നും കൂടി സ്ട്രഗിൾ ചെയ്യുകയും വരും. അപ്പോൾ ഈ സ്ട്രഗിളിങ് കാരണമാണ് നമ്മുടെ ഫോൺ ഹീറ്റിന് ഒരു കാരണമാകുന്നത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് പ്രസ് ചെയ്യുക. അതിൽ ക്യാഷെ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്ത് നൈസായിട്ട് ക്ലിയർ ആക്കുക. നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നവരാണ്. ചാർജ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാറില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ചാർജ് ചെയ്യുന്ന ഫോണ്, അതായത് എന്തായാലും ഏകദേശം എല്ലാ ഫോണും ഒരു മാക്സിമം പോയ 2.5-3 മണിക്കൂറോളം ഫുൾ ചാർജ് ആവാൻ സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോൺ അതിലേറെ സമയം കൊടുക്കരുത്. അതായത് നമ്മൾ 100% ശേഷവും നമ്മൾ ഫോൺ കുത്തിവെച്ചാൽ അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് അത് വലിയൊരു കുഴപ്പമാകും. ഇത് ബാറ്ററി പ്രശ്നം ഓവർ ഹീറ്റിങ്ങിന് കാരണമാകുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന